ഓക്കെ, അങ്ങനെ കാലങ്ങൾക്ക് ശേഷം വെക്കേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നേരെ ഓഫീസിൽ പോകണം. ഹാൻഡ് ഓവർ മെയിലൊക്കെ ഇന്നലെ അയച്ച് ഓഫീസിൽ പോകണം. ഇന്നത്തെ വർക്ക് തീർക്കണം. നാട്ടിൽ പോകണം. സോ എൻ്റെ വണ്ടി ഞാൻ എൻ്റെ കൊളീഗ് കുരുവിക്ക് കൊടുത്ത്, കുരുവിൻ്റെ വണ്ടി സർവീസിന് കൊടുത്തുകൊണ്ട് അപ്പോൾ ഇന്ന് തന്നെ ഓഫീസിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പേട്ടൻ യോയോ ചെക്കൻ നാട്ടിലേക്ക് പറഞ്ഞൊക്കെയാണ്. അതിന് മുന്നേ ചെക്കനെ മെട്രോ സ്റ്റേഷനൊക്കെ ഒന്ന് കാണിപ്പിച്ചിട്ട് വിടാന്ന് വിചാരിച്ചു. മെട്രോ കയറാതെ എങ്ങനെയാണ് നാട്ടിൽ പോവാ? പക്ഷേ ഇപ്പൊ നാട്ടിലേക്ക് എല്ലാവരും പോകുന്നേ അല്ല, ഓഫീസിലേക്ക് പോകുമ്പോ ഒരു 2 സ്റ്റോപ്പ് മെട്രോ കിട്ടും അല്ലേ? 2 3 ക്രീക്ക്, ജദ്ദാഫ്, ഹെൽത്ത് കെയർ സിറ്റി, ഊത്ത്മെത്ത. ഓക്കേ, പോവാം. നീ ഏത് വഴിക്കാ പോവാ? ഇതിപ്പോ നമ്മളിപ്പോ ഇവിടുന്ന് നേരെ ഈ 66 എന്ന് പറഞ്ഞ അലൈൻ റോഡ് കയറും. അവിടുന്ന് E44 എടുത്ത് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിലെത്തി. അപ്പം അവിടെയാണ് ജദ്ദാഫിന്റെ മെട്രോ സ്റ്റേഷൻ. ഗ്രീക്ക് മെട്രോ സ്റ്റേഷൻ. അതെ, ഗ്രീക്ക് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഓഫീസ് എത്ര മണിക്ക് തുടങ്ങുക? ഓഫീസ് 8 മണിക്ക് തുടങ്ങും. ഇപ്പോൾ സമയത്തായി? ഇപ്പം 8:07. കൊള്ളാമടാ, നിന്നെ എന്ത് നിരുത്സാഹപ്പെടുത്തുന്നില്ല. അപ്പോൾ അൽജദാഫിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ക്രീക്ക് പോകണല്ലോ. അൽജദാഫ് സ്റ്റേഷനിൽ ഇറങ്ങിയാൽ പോലെ ജദ്ദാഫ് അപ്പുറത്താ. അപ്പോൾ ക്രീക്കിലേക്ക് തന്നെ പോകണല്ലേ? നമുക്ക് ഈ വയനാട്ടുകാർക്ക് ട്രെയിനിലൊന്നും കയറി വലിയ ശീലമില്ലാത്തതുകൊണ്ട് മെട്രോ കയറുമ്പോൾ കൺഫ്യൂഷനാണ്. നമുക്ക് ട്രെയിനില്ലല്ലോ. സോ നിങ്ങൾ ഈ കാണുന്ന മെട്രോ സ്റ്റേഷനാണ് ഗ്രീൻ ലൈനിലെ ലാസ്റ്റ്. സോ ഈ കാണുന്നതാണ് ദുബായിലെ ഗ്രീൻ ലൈനിലെ ലാസ്റ്റ് സ്റ്റേഷൻ, ക്രീക്ക് മെട്രോ സ്റ്റേഷൻ. ജദ്ദാഫിലെ ക്രീക്ക് മെട്രോ സ്റ്റേഷൻ. ജദ്ദാഫ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷൻ വേറെ ഉണ്ട്, അപ്പോൾ ആരും കൺഫ്യൂഷൻ അടിക്കരുത്. സോ ദിസ് ഈസ് ക്രീക്ക്. The other one is Jadaf. Al-Jadaf. Al-Mahat al-Kadima hiya Al-Jadaf. Next station is Al-Jadaf. Surubak and ഇറക്കിയിട്ട് പോയി. Now I'm on my own. നടക്കുന്നു. ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഷോട്ട്സ് നമ്മൾ ഷൂട്ട് ചെയ്യാം. ഓക്കെ, Al-Jadaf. No, started already, but then
you take something yesterday? No, I did not. അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ദിവസം ഇല്ല, ഞാൻ ഇന്ന് രാവിലെ മുതൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്നലെ രാത്രി തുടങ്ങണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണം കഴിച്ചു. വ്ളോഗ് ഉള്ളതുകൊണ്ട് അനുസരിച്ച് ഫുഡ് ഓഫർ ചെയ്യുന്നു. ടാറ്റ റോസ്. നീ പോകണം. വ്ളോഗ് നീ പോവാണല്ലേ? ഏത് ഫ്ലൈറ്റിലാണ് പോകുന്നത്? എത്ര മണിക്കാ? 2:45. എത്ര ദിവസത്തേക്കാ? 14 days. ആരോടാ? എന്നോട് ചാറ്റ. ഓക്കെ, ടാറ്റ റോസ്. ബൈ റോസ്. രണ്ടു വാക്ക്. അനസെ പോയി അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് വാ. ഹാപ്പി ഹോളിഡേസ് ടു അനസ് ആൻഡ് റോസ്. मुमताज भाई कुछ बोलो. ठीक है सब ओके, चलो इंशाल्लाह एंजॉय करो अपना ट्रिप. सबको सलाम बोलो. बिल्कुल. ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്തൊരു ആത്മാർത്ഥത, ആത്മാർത്ഥത നിറകുടങ്ങൾ. അപ്പോൾ ശരി, അൽസലാം. ശരി, പീസ്. നീ എൻ്റെ കൂടെ അല്ലേ വരുന്നത്? പോയോ? എടാ ഇവരെവിടെ പോയി? ഹരീഷ് എവിടെ? ഓക്കെ, പീസ് 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 പീസ്. ഹരീഷ, all right. If there is anything, let me know. Okay? ഭൂമിയിലേക്ക് പോവുകയാണ്. എന്താ എനിക്ക് പറയാനുള്ളത്? കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം. അവിടേക്കാണ് പോകുന്നത്. ഇനി നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു ഓർക്കോ രണ്ടു വാക്ക്. പോയി വരൂ നീ, പോയി വരൂ നീ, തിരികെ എത്താൻ പോയി വരൂ, തിരികെ എത്താൻ പോയി വരൂ. ഷുമാക്കറേ, തീരെ വിളിച്ചില്ല അല്ലേ? ഇങ്ങനെ ബോർഡിംഗ് പാസ് എടുത്ത് പാസ്പോർട്ട് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. Homebound.
ഗായ്സ് അങ്ങനെ നാട്ടിലെത്തി. ലപ്പിക്കൊക്കെ കൂട്ടാൻ വന്ന്, അതും പുതിയ കാറിൽ, ഹൈദരലി, ടൊയോട്ട ഹൈദർ. ഇതിൻ്റെ ഒരു കഥ ഉണ്ട്. അതായത് എല്ലാ കൊല്ലവും ഞാൻ ഫസ്റ്റ് പോകുന്നേരം ലപ്പിക്കാറിന് അടുത്ത് നിന്നെ കൂട്ടാൻ വരുമ്പോൾ ഞാൻ ഗ്രാൻഡ് വിറ്റാർ അല്ലേ, ഗ്രാൻഡ് വിറ്റാർ എടുക്കുന്നത്. അത് അന്ന് കൂട്ടാൻ വന്നതായിരുന്നു നാനോ. പിന്നെ രണ്ടാമത് എൻ്റെ ഫാമിലിയിൽ നിന്ന് കൂട്ടാൻ വന്നു. അല്ല, ഫസ്റ്റ് വന്ന ഐട്ടന്. പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ ഹൈക്രോസ്. അല്ല, നിങ്ങൾ പറഞ്ഞ ഞാൻ നിന്നെ അടുത്ത പ്രാവശ്യം ഹൈക്രോസിൽ കൂട്ടാൻ വരും. ഹൈക്രോസ് കൂട്ടാൻ വന്നതിലാണ് നാനോയിൽ വന്നത്. അങ്ങനെ ഫൈനലി പെട്രോളിന്റെ വില, പെട്രോൾ അടിക്കുമ്പോഴുള്ള സുഖം വേറെയാ നാനോയിലാവുമ്പോ. അങ്ങനെ ഫൈനലി ടൊയോട്ട ഹൈദർ. യോളോ. അങ്ങനെ രാമനാട്ടുകര ചന്ദ്രേട്ടന്റെ ചായക്കട നെക്സ്റ്റ് സ്റ്റോപ്പ് ചെലവൂര്. അല്ല, രാമനാട്ടുകര ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതിലുള്ള റോഡ് വഴിയിലൂടെ നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലോ. പിന്നെ നേരെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ തന്നെ എയർ ഇന്ത്യക്കാരൻ അങ്ങ് വളഞ്ഞു സ്വീകരണം. കഴിഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്ത് ഞാനാണല്ലോ. അവർക്കും എനിക്ക് സ്വീകരണം തരുന്നത്. എനിക്ക് കരയോഗത്തിന് സ്വീകരണം കഴിഞ്ഞിട്ടില്ല, വേറൊരു സ്വീകരണം ഉള്ളൂ. ഏത് കരയോഗം? ഞാൻ പ്രസിഡന്റ് ആയിട്ടില്ല, അല്ലാതെ വേറെ ഏത് കരയോഗം ഇരിക്കുന്നത്. അങ്ങനെ പക്ഷെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടോ, പ്രാവശ്യം എല്ലാവരുടെ പൂമാലൊക്കെ ആയിട്ട് ഒന്നും വേണ്ട, പടക്കം വേണം നമുക്ക്. പിന്നെ എന്തായിരുന്നു അതിന്റെ പേര്? ഇതില്ലേ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ്, എന്തൊരു ഡീസന്റ് എന്ന് വെച്ചാൽ ഭൂലോക ഡീസന്റ്. എല്ലാവരുടെയും ക്യാമറ അല്ല, ആൾക്കാർ. വയസ്സായിട്ടുള്ള ഒരാളുണ്ട്, ഞാൻ മറ്റേ ഇതില്ലേ സ്മാർട്ട് ഗേറ്റിന്റെ അത് രജിസ്റ്റർ ചെയ്ത്, അപ്പം അവിടെ ബയോമെട്രിക് കൊടുക്കാൻ പോകണല്ലോ. ബയോമെട്രിക് കൊടുക്കാൻ പോയപ്പം അവിടുന്ന് നല്ല പെരുമാറ്റം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോണ്ടല്ലോ, അവന്മാർക്ക് ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ പെരുമാറ്റം എന്ന് പറഞ്ഞ പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ടൈമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഇയാളെ പോയി കാണണ്ട, ഇവരെ മുഖം കാണിക്കണ്ട. നമുക്ക് ദുബായിൽ ചെയ്യുന്ന പോലെ നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവും. ഭയങ്കര നല്ല പെരുമാറ്റം കേട്ടോ. ആദ്യമായിട്ടാണ് കോഴിക്കോട് നിന്ന് ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ മാന്യമായ കുറച്ച് ഇമിഗ്രേഷൻ ഓഫീസേഴ്സിനെ കാണുന്നത്. അല്ലെങ്കിൽ അവർക്ക് നമ്മളിൽ വെക്കേഷന് വരുന്നവരോ എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ചാള്. അപ്പോൾ എനിക്ക് മറ്റേ രാവണപ്രഭുവിലെ ഡയലോഗ് ഓർമ്മ വരും. പിന്നെ ഒരു വെറുതെ വള്ളിയാക്കണ്ട വെച്ചാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുന്നതാണ്. എൻ്റെ സ്വഭാവം ശരിക്കും അറിയില്ല. അങ്ങനെയൊക്കെയാണ് കഥ. സോ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിൽ കാണാം. എന്ത് നല്ല റോഡ്, ഇമ്മാതിരി റോഡാണ് സതീഷിന് കൂട്ടരും മുടക്കാൻ നോക്കിയത്. ന്യൂയോർക്കിനെക്കാട്ടും നല്ല റോഡ്. ഞാൻ ന്യൂയോർക്ക് കണ്ടിട്ടില്ല, എന്നാലും അല്ലേ. എന്ത് അതെ, ന്യൂയോർക്കിൽ ആൾക്കാർ ഇങ്ങനെ ക്രോസ് ചെയ്യൂല. എന്നാലും ഇവരിപ്പോ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പൂച്ച പായുന്ന പോലെ പായുന്നതാണ്. നൈസായിട്ടില്ലേ? അവിടുന്ന് ആ റോഡും കൂടെ അങ്ങ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ പറന്ന് കത്താം. കോഴിക്കോടിന് തിരൂര് പോകാനിപ്പം കറക്റ്റ് ഒരു 20 മിനിറ്റ് മതി. ഊണായിണ്ടാവോ? ചോറായോ? ചോറായില്ല. ചോറായിണ്ടാവില്ലേ? ചോറയ്ക്കാം. നാഗാർജുന ആര്? നല്ല വെളിച്ചെണ്ണ വയ്ക്കും. ചിക്കൻ കഴുകി അതിലേക്ക് ഇടും. കഴുകി നല്ല വെള്ളം വറ്റിച്ച് അതിലേക്ക് കൊണ്ടിടും. ഇത് റെക്കോർഡിങ് ഇത് റെഡി. രസമുണ്ട് കേട്ടോ ഓടിക്കാൻ.
പോരുക. പിന്നെ അപ്പത്തേക്ക് 6 മണി ആവൂലെങ്കിൽ പുട്ടും കടലക്കറിയൊക്കെ ഒരു പാത്രത്തിലാക്കി. ഇൻഡിക്കേറ്റർ മാറിപ്പോണ്ടല്ലേ? മാറിപ്പോകുന്നുണ്ട്. ഇവിടെ ഇത്ര സ്ഥലം നമുക്ക് ഇട്ടൊക്കെ പോവാം. ഹൗലോസ് ഏട്ടന്മാരൊന്നും കാണാനില്ലല്ലോ. ഏട്ടന്മാരൊക്കെ പള്ളി പോയിണ്ടാവും. ഗഫൂർക്കല്ലേ? ഇറ്റ്സ് ഹിസ് പള്ളി ടൈം, സോ ഹി വുഡ്ന്റ് മിസ് ഇറ്റ്. യെസ് ബ്രോ. കാണുന്നില്ല. സോനു സോനു ഞാൻ പിടിക്കാം. ഇവിടെ നമുക്ക് കോടിക്കാം. ഇത് പുറകെ വെക്കല്ലേ? വണ്ടി ഓല ഒന്ന്